പൈസ കിട്ടിക്കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് ആ പൈസ കൊണ്ട് എന്തൊക്കെ കാണിക്കണം നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല. പൈസ കൂടിപ്പോയാലും പ്രശ്നം. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഗോൾഡ് ഉണ്ട് അല്ലെ, മലബാർ ഗോൾഡ് എന്നൊരു ഗോൾഡ് ഉണ്ട്. അതിന്റെ വലിയൊരു മുതലാളുണ്ട്, ഫൈസൽ എന്ന് പറഞ്ഞൊരു ചങ്ങാതിണ്ട്. പൈസ കൂടിപ്പോയതാ പ്രശ്നം. ആ ചങ്ങാതി ആ പൈസ കൊടുത്തിട്ട് ലോകത്തെ ഒരു വലിയ വീട് പണിതുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിൽ പൈസ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഓരോ സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും കൊണ്ടുവന്നു. ഇനി മറ്റേ ഇടയ്ക്ക് ഇച്ചിരി തേങ്ങ ഇടുന്ന പോലെ കുറച്ച് ഉസ്താദ്മാരെയും കൊണ്ടുവന്നു. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടവരാ. അതിന്റെ അത് 2 പെൺകുട്ടികൾ വന്നിരുന്നു, ആദില നൂറ എന്ന് പറയുന്ന 2 ലെസ്ബിയൻ കപ്പിൾസ് നമ്മളൊക്കെ കണ്ടവരാ. ആ 2 പേരും ഒന്ന് ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ആ 2 പേരും എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യണേ. ആദില നൂറ എന്ന് പറയുന്ന 2 പേര് ഇസ്ലാം പറയാത്ത കാര്യങ്ങളാണ് ചെയ്യണേ. അതിനോടൊപ്പം മാതാപിതാക്കളെ വെറുപ്പിച്ച്, മാതാപിതാക്കളെ ധിക്കരിച്ച്, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ 2 പേരാണ് ആരെന്ന് പറയണേ, ആദില നൂറ എന്ന് പറയണേ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ആ 2 പേരാണ് ഈ ഫൈസൽ എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചായിട്ട് എന്ത് ചെയ്തേ, ഈ വീട് ഉദ്ഘാടനത്തിന് ഈ 2 പേരെ കൊണ്ടുവന്ന് വലിയ സംഭവമൊക്കെ ആക്കി. അവസാനം എല്ലാവരും എതിർത്തപ്പോ ആ 2 പെണ്ണുങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ട്, അവസാനം പിന്നെ ആൾക്കാർ എതിർത്തപ്പോ ആ പോസ്റ്റ് മുക്കേറ്റ ചങ്ങാതി അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകും. ഒരു പവിത്രമാക്ക വീട് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുമ്പോ ഞാൻ പറയാ, പവിത്രമായ വീട് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെയും കൊണ്ടുവരുന്നു. അതിനോടൊപ്പം ഉസ്താദ്മാരെയും കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു വലിയ കട തുടങ്ങുമ്പോ ഉസ്താദ്മാരെയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ദ്വാരപ്പിക്കൽ. സുബൈക്ക് വന്നിട്ട് ഉസ്താദിനോട് ഒരു ഉസ്താദ് ദ്വാരക്കണം, ഉസ്താദ് ഭയങ്കര അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ലാഭം കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. 10 മണിയാകുമ്പോൾ ചെണ്ടമേളയും കണ്ട് വേറെ ഏതെങ്കിലും സിനിമ നടന്നു വന്ന് ഉദ്ഘാടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ കടലിലേക്ക് ഒരു ബോട്ട് ഇറക്കാൻ പോവാ. നിങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട സാധു ഹത്തീബ് ഉസ്താദ് ഉസ്താദ് സുബൈക്ക് വന്നിട്ട് വള്ളം തല്ലും താഴത്തിറക്കി തന്നിട്ട് ദ്വാരക്കണം. ഈ സാധുവായ ഉസ്താദ് നൽഫാത്ത് യാസീനും ബദ്രിയത്തും എല്ലാം ഇതിന്റെ ഉസ്താദ് ദ്വാരക്കും. 11 മണിയാകുമ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആരാ പോവാ? ഈ നാട്ടിൽ ഏതെങ്കിലും സിനിമ നടനാ പോയിട്ട് കാര്യമുണ്ടോ പെങ്ങന്മാരെ? ഇല്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാർ. വലിയ വീടൊക്കെ പണിതു, ഒരു കുറച്ച് ഉസ്താദ്മാരെയും കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ പുറമെ കുറെ സിനിമാ നടന്മാരെ ഹറാമാകുന്ന ജോലി എന്നിവരെ കൊണ്ടുവന്ന് അതിലിട്ടാൽ ആ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ ബർക്കത്തുണ്ടാവും. ഇല്ല.